ഹായ് ഫ്രണ്ട്സ്, ഗൾഫ് ടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ നമ്മുടെ വാഹനത്തിൽ ഈ ബാറ്ററിയുടെ ലൈറ്റ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കത്തിക്കിടക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് നമ്മൾ വിശദീകരിച്ച് തരുന്നത്. അപ്പോൾ നമ്മളെല്ലാ വാഹനത്തിനും കീ ഓൺ ആക്കുമ്പോൾ നമ്മുടെ ലൈറ്റ് എല്ലാ വാഹനങ്ങളും ആ ലൈറ്റ് ഓൺ ആയിരിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകണം. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ആ ലൈറ്റ് കത്തിക്കെടുക്കാൻ കാരണം നമ്മുടെ ഓൾട്ടർനേറ്റർ പ്രോപ്പറായിട്ട് ചാർജിങ് ആവുന്നില്ല എന്നുള്ളതാണ്. നമ്മളത് ചാർജിങ് ആവാത്തത് നമ്മുടെ ഓൾട്ടർനേറ്റർ കംപ്ലൈൻറ്റ് വരാനോ അല്ലെങ്കിൽ നമ്മുടെ ഓൾട്ടർനേറ്ററിലേക്ക് ഡ്രൈവ് കിട്ടുന്ന ബെൽറ്റ് പൊട്ടിപ്പോകാനോ അല്ലെങ്കിൽ നമ്മുടെ ഓൾട്ടർനേറ്ററിനെ സംബന്ധിച്ചുള്ള പല വയറിങ് സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മുടെ ഓൾട്ടർനേറ്റർ ചാർജിങ് ആവാത്തത്. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും, ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഒരു ഓൾട്ടർനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുമ്മക്ക് ഈ ബെൽറ്റ് കാണാണ്ടാവും. ഈ ബെൽറ്റ് പൊട്ടുന്നത് കാരണം നമുക്ക് ഓൾട്ടർനേറ്ററിലേക്ക് ഡ്രൈവ് കിട്ടാണ്ട് വരും, നമ്മുടെ ഓൾട്ടർനേറ്റർ ചാർജിങ് ആവാതെ വരും. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഓൾട്ടർനേറ്ററിലേക്ക് വരുന്ന വയറിങ് സംബന്ധമായ ഏതെങ്കിലും വയർ പൊട്ടിപ്പോകാനോ അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ ഓൾട്ടർനേറ്റർ ചാർജ് ആവാത്ത, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റർ ബെയറിങ് പിടിക്കുക, അങ്ങനെ പലവിധ കംപ്ലൈൻറ്റുകൾ കൊണ്ടും ഓൾട്ടർനേറ്റർ ചാർജിങ് ആവാതെ വരും. അപ്പോൾ നമ്മുടെ വാഹനത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ആ ലൈറ്റ് കത്തി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഇലക്ട്രിക്കൽ സംബന്ധമായ AC നമ്മൾ ആദ്യം ഫസ്റ്റ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഹെഡ് ലൈറ്റ് ഓഫ് ചെയ്യുക. അങ്ങനെ ലൈറ്റുകളും ഇലക്ട്രിക്കൽ സംബന്ധമായ എല്ലാതും നമ്മൾ ആദ്യം തന്നെ ഓഫ് ചെയ്ത് നമ്മൾ വണ്ടി നമ്മൾ സേഫായി എവിടെയെങ്കിലും എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ലോങ് ട്രിപ്പൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തുള്ള വർക്ക്ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ വീടിൻ്റെ അടുത്തേക്കാണെന്ന് നമ്മൾ വീടുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ വർക്ക്ഷോപ്പൊക്കെ ആയിട്ട് നമ്മൾ വേഗമായി എത്തിച്ചേരുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ വാഹനം ഓട്ടത്തിൽ ഓഫായി പോകാനോ അല്ലെങ്കിൽ നമ്മുടെ ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗിയർ വീഴാതെ വരിക, അങ്ങനെ പലവിധ കംപ്ലൈൻറ്റുകൾ നമുക്ക് ഈ ലൈറ്റ് കത്തിക്കിടന്ന് നമുക്ക് അനുഭവപ്പെടും. അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ റെഡ് കളറുള്ള ബാറ്ററിയുടെ ലൈറ്റ് കൊടുക്കാൻ തന്നെ കാരണം അതൊരു എമർജൻസി ആയിട്ട് നമ്മൾ വാഹനം സേഫായി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് റെഡ് ലൈറ്റ് കൊടുക്കാനുള്ള ഒരു പ്രത്യേകിച്ചൊരു കാരണം അതിനുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഓൾട്ടർനേറ്റർ നമുക്ക് ചാർജിങ് ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? അതിന് നമുക്ക് മൾട്ടിമീറ്ററിൻ്റെ വോൾട്ടിമീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് നമുക്ക് സ്വയം ചെക്ക് ചെയ്യാവുന്നതുള്ളൂ. ആ ഓൾട്ടർനേറ്റർ എങ്ങനെ ചെക്ക് ചെയ്യുക എന്നുള്ളതൊക്കെ അത് ഞാൻ അടുത്ത വീഡിയോ തീർച്ചയായും ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വേണ്ടി നമ്മൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മൾ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക. കാരണം നമുക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷേ നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ലഭിക്കുമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ എല്ലാവരും പരമാവധി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ വാഹനപരമായ എന്ത് സംശയങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് കമൻറ്റ് രേഖപ്പെടുത്താം. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ കാണാം. ഓക്കെ, ബൈ.